ഹായ് എവരിവൺ. നമ്മള് നമ്മൾ റിവിഷൻ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് പ്രകാരം മെത്തേഡ് പ്രകാരമുള്ള ഏഹ്, കുറച്ചും കൂടെ മാറ്റം വരുന്ന ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വരും. നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന്ന് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കണ്ടെത്തിയതിനു ശേഷം നമ്മുടെ പഴയ ആ ഫോർമാറ്റ് ഉണ്ടല്ലോ അതില് നമ്മുടെ ആൻസേഴ്സ് ഫിറ്റ് ചെയ്യുക. അതാണ് ചെയ്യുന്ന രീതി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ എക്സാമിന് 6 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മിസ്റ്റർ ഹിർവാനി keeps his books under single entry system of account system. He started on 1st January 2018 with a capital with rupees 20,000. 20,000 രൂപ 2018 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. On 31st December 2018 his financial position was as under. അപ്പം ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ ഡാറ്റ തന്നു 20,000 ഉണ്ട്. എന്നിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ പറയാണ്. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് ഇൻ ബാങ്ക് ഉണ്ട്, ഫേർണിച്ചർ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. എന്നിട്ട് അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിർവാനി ഡ്യൂറിങ് 2018. അപ്പൊ ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കുള്ള പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ ഡ്രോയിങ്സിന്റെ ഡീറ്റെയിൽ ഇല്ല. ഉണ്ടോ? ഡ്രോയിങ്സിന്റെ ഡീറ്റെയിൽ ഇല്ല. അതുപോലെ ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ ഇല്ല. അപ്പൊ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷൻസും ഡയറക്റ്റ് തന്നിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് 6 മാർക്സിന്റെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. അവിടെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ക്ലോസിംഗ് ക്യാപിറ്റൽ കാണണം. ക്ലോസിംഗ് ക്യാപിറ്റൽ കാണാനുള്ള മാർഗം ഏതാ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന ബാലൻസ് ഷീറ്റ് മിസ്സിംഗ് ഫിഗർ കാണാനുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമ്മളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് എന്നുള്ള രീതിയിലാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ആൻസർ എന്താണ്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഡ്രോയിങ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ക്വസ്റ്റ്യനിൽ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്രയും ഡാറ്റ മതി. എൻഡിലുള്ള ക്യാപിറ്റൽ വേണം, ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ വേണം. അത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഡാറ്റ അനുസരിച്ച് എന്തുണ്ട്? ബിഗിനിങ്ങിലെ പ്രോഫിറ്റ് ക്യാപിറ്റൽ ഉണ്ട്, അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻഡിലെ ക്യാപിറ്റൽ നമുക്ക് കണ്ടെത്തണം. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ആസ് ഓൺ 31st December 2018. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് പറഞ്ഞാൽ? അത് ബാലൻസ് ഷീറ്റ് തന്നെയാണ്. പക്ഷെ അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? അത് ഒരു മിസ്സിംഗ് ഫിഗർ കണ്ടെത്താനായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ഡാറ്റകൾ നമുക്ക് കൃത്യമായിട്ട് എടുക്കണം. നിങ്ങൾ നോക്കിയാൽ മതി. ക്വസ്റ്റ്യനിലുള്ള ഓരോ ഐറ്റംസുകൾ ഡയറക്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിട്ട് അത് ഓരോന്ന് റെക്കോർഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തു. ശേഷം അടുത്ത ഐറ്റം വരുന്നത് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, അതുകൊണ്ട് അസറ്റ് സൈഡിൽ വന്നു. ദെൻ അടുത്ത ഐറ്റം നമുക്ക് എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക് വേണം, ക്യാഷ് അറ്റ് ബാങ്ക് കൊടുത്തു. ദെൻ അടുത്ത ഐറ്റം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ഐറ്റം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഫേർണിച്ചർ ആണ്, ഫേർണിച്ചർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഐറ്റം അസറ്റ് ആണ്, പ്ലാന്റ്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ. ഇത്രയും അസറ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ടോട്ടലും ഈ ഏരിയയിൽ അസറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. ലയബിലിറ്റിയിൽ എന്താണ് ഉള്ളത്? ഒന്ന് സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, മറ്റൊന്ന് ബിൽസ് പേയബിൾ ഉണ്ട്. ബാക്കി ഡാറ്റ നമ്മളെ കയ്യിലില്ല. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നമുക്ക് അറിയുന്ന കാര്യം? നമ്മൾ ഫസ്റ്റ് +1 അക്കൗണ്ടൻസിയിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അസറ്റ് നമുക്ക് കിട്ടി എത്ര? 28,250. ഇനി ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ലയബിലിറ്റി നമ്മുടെ അടുത്തുണ്ടോ? ഉണ്ട്. ക്യാപിറ്റലും കൂടെ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രണ്ട് സംഖ്യയും ഈക്വൽ ആവും. ബാലൻസ് ഷീറ്റ് എപ്പോഴും ഈക്വൽ ആവില്ലേ? അങ്ങനെ ഈക്വൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ 28,250 അസറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്തു? അതുപോലെ റെക്കോർഡ് ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ 28,250 ഉണ്ടോ? ഇല്ല. അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് കണ്ടെത്തുക ചെയ്തത്. എങ്ങനെ കണ്ടെത്തിയത്? ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടെത്തിയതാണ്. എത്ര? 25,250 ആണ്. ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലായി മനസ്സിലാക്കുക. ക്ലോസിംഗ് ക്യാപിറ്റൽ ആവാൻ കാരണം എന്താ? നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ് ആണ് കണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു?
ആ ബാലൻസ് കണ്ടെത്തി ഇനി നമ്മുടെ ഈ ഒരു ഇതിലേക്ക് എമൗണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? 25,250 ഉണ്ടായിരുന്നു. അതിലെ ബിഗിനിങ്ങിലുള്ള ക്യാപിറ്റൽ വന്നു. ലാസ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,250 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ് ഓരോ ടോപ്പിക് ഷെയർ ചെയ്യുന്ന സമയത്തും അതുപോലെ പഠിച്ച് അതിന്റെ പ്രോബ്ലം ചെയ്യുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.